മെയ് 23 ഇന്ന് റിലീസായിട്ടുള്ള ടൊവിനോ തോമസ് നായകനായിട്ടുള്ള നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് ഷോ കണ്ടുവന്നിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമ മൂവിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ 2003 ഉണ്ടായിട്ടുള്ള മുത്തങ്ങ സമരത്തിന്റെ, ആദിവാസി സമരത്തിന്റെ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റോറി റിയൽ ഇൻസിഡന്റ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമ റിയൽ ഇൻസിഡന്റ് സിനിമയാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണത്. കാരണം ഒരുപാടധികം ചർച്ച ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് ആണ് 2003 മുത്തങ്ങ സമരം. സോ അതിലുണ്ടായിട്ടുള്ള പോലീസ് അട്രോസിറ്റി അതെങ്ങനെ നമുക്ക് കൊമേഴ്ഷ്യലൈസ് ചെയ്യാമെന്ന് നോക്കുമ്പോൾ അത് ഒരുപാട് ചലഞ്ചിങ് ആണത്. അപ്പോൾ ആ ഒരു പണി നമ്മുടെ ഡയറക്ടർ ആയിട്ടുള്ള അനുരാജ് മനോഹർ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫിലൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു സ്ലോ ഫേസിലാണ് സിനിമ പോകുന്നത്. അത് കാരണം എല്ലാ ക്യാരക്ടറിനെയും ഒരു ബിൽഡ് ചെയ്ത് വന്ന് എല്ലാ ക്യാരക്ടറിനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെല്ലെ വന്ന് സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഒരു തീയും പൊക്കെയാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതുപോലത്തെ ഒരു ഫീലാണ് സെക്കൻഡ് ഹാഫിൽ കിട്ടുന്നത്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇമോഷണലി കണക്ട് ചെയ്യുന്നതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കണക്ട് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണെന്ന് വേണം പറയാൻ. കാരണം ഇത് റിയൽ ഇൻസിഡന്റ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ ജയ് ഭീം സിനിമയൊക്കെ ഇല്ലേ, അതിൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു, നമുക്ക് എന്താ പറയുക, മനസ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോണ്ട് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും ആ ജയ് ഭീം എന്ന് പറഞ്ഞ സിനിമയിൽ കിട്ടുക. അതെന്ന് വെച്ചാൽ അതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അതായത് ഒരുപാട് കൊമേഴ്ഷ്യൽ എലമെന്റ് ആഡ് ചെയ്തിട്ടുള്ള, അങ്ങനെ മസാലയാക്കാൻ പറ്റിയിട്ടുള്ള സിനിമയാണ് ജയ് ഭീം എന്ന സിനിമ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റിയൽ ഇൻസിഡന്റ് ആയതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം ഇത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇതെന്താ പറയാ, അത്ര വല്ലാത്തൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ജയ് ഭീമിന്റെ പോലത്തെ ഒരു ഫീൽ കിട്ടിയോ വെച്ചാൽ കിട്ടിയില്ല എന്ന് വേണം പറയാൻ. എന്നിരുന്നാൽ പോലും ഈ ഒരു റിയൽ ഇൻസിഡന്റിനെ, അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള റിയൽ ഇൻസിഡന്റിനെ ഇത്രയും ഭംഗിയായിട്ട് എടുത്തു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്രീഷിയേറ്റബിൾ തന്നെയാണ്. ഇനി ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെ നോക്കുകയാണെങ്കിൽ സുരാജ് വെഞ്ഞാറമൂട് ഉണ്ട്, ടൊവിനോ തോമസ് ഉണ്ട്, പിന്നെ ചീരൻ എന്ന് പറയുന്ന ഒരു തമിഴ് നടനുണ്ട്. ഇവരുടെ 3 പേരുടെ അഭിനയം നോക്കുകയാണെങ്കിൽ ആദ്യം ചീരൻ എന്ന് പറയുന്ന ആളുടെ അഭിനയം നോക്കുകയാണെങ്കിൽ ആളൊരു തമിഴ് മൂവി ഡയറക്ടറാണ്, ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്, റൈറ്ററാണ്. സോ ആളുടെ അഭിനയം നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. എന്താ പറയുക, ആളുടെ ഒരു ക്യാരക്ടർ നന്നായി ആള് ഭദ്രമാക്കി ചെയ്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഡയലോഗ് ഡെലിവറി ആവട്ടെ എല്ലാം ഒരു തമിഴ് മലയാളം മിക്സ് ആയിട്ടുള്ള ഒരു ഡെലിവറിയാണ്, ഡയലോഗുകളൊക്കെയാണ്. അപ്പം അത് നന്നായി എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഒരു മെച്ചുവർ ആയിട്ടുള്ള, ഇരുത്തം വന്നിട്ടുള്ള ഒരു നടൻ എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ നോക്കുകയാണെങ്കിൽ സുരാജ് വെഞ്ഞാറമൂട്, ആളുടെ ഒരു ക്യാരക്ടർ നോക്കുമ്പോൾ അതിന് എനിക്ക് വല്ലാത്തൊരു സ്പെഷ്യാലിറ്റി ഒന്നും എനിക്ക് തോന്നിയില്ല. ആളുടെ പതിവ് പോലത്തെ തന്നെ ഒരു സിനിമ പോലീസുകാരൻ എന്നൊരു ലൈൻ തന്നെ. അപ്പോൾ അതിൽ എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എനിക്ക് തോന്നിയില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ടൊവിനോ തോമസ്, പുള്ളിക്കാരനെ നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ഹാഫിൽ മൊത്തം ആളൊരു നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള ഒരു സാധാരണ ചെറുപ്പക്കാരൻ, PSCക്ക് ട്രൈ ചെയ്യുന്ന, ഒരു ജോലി നോക്കാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ. അപ്പോൾ ആ ഒരു ഫേസിലാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം പോകുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് സെക്കൻഡ് ഹാഫിൽ ആൾക്കൊരു ജോലി കിട്ടുന്നു, പോലീസുകാരനാവുന്നു, പിന്നെയാണ് സിനിമയുടെ ഒരു രീതി മാറുന്നത്. അപ്പോൾ അത് ആ ഒരു ട്രാൻസിഷൻ അത് നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫിൽ ഒരു പാവം പിടിച്ച ചെറുപ്പക്കാരൻ, സെക്കൻഡ് ഹാഫിൽ ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള പോലീസുകാരനാവുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലെനിക്ക് എന്താ പറയുക, ടൊവിനോ തോമസിന് 100 മാർക്ക് കൊടുക്കാം. ടൊവിനോ ഫാൻസിന് എല്ലാവർക്കും ഇതൊരു നല്ല ട്രീറ്റ് തന്നെയായിരിക്കും സിനിമ എന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിലെ സൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ജെയ്ക്സ് ബിജോ ആണ് സൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ആളുടെ ഒരു എന്താ പറയുക, ഒരു എല്ലാ സിനിമയിലും കണ്ടിട്ടുള്ള പോലെ തന്നെ അടിപൊളിയാണ് ഇതിലത്തെ പാട്ടുകളൊന്നും ഒന്നും പറയാനില്ല. അടിപൊളി സൂപ്പർ, ഒറ്റ പാട്ടേ ഉള്ളൂ, അത് അടിപൊളിയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ഈ സിനിമയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് എന്നേ പറയാനുള്ളൂ. എന്ന് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഓർത്ത് വെക്കാവുന്ന ഭയങ്കര ഒരു അമേസിംഗ് ആയിട്ടുള്ള ട്യൂൺ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല തന്നെയാണ്, ഈ സിനിമയ്ക്ക് മാച്ച് ആവുന്ന നല്ല രീതിയിൽ തന്നെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി നോക്കുകയാണെങ്കിൽ വിജയ് ആണ് ചെയ്തിരിക്കുന്ന സിനിമാറ്റോഗ്രാഫി. പുള്ളിക്കാരൻ്റെ സിനിമാറ്റോഗ്രാഫി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സെക്കൻഡ് ഹാഫിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആദിവാസി സമരം അതിന് അടിച്ചമർത്തൽ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് എന്താ പറയുക, ശ്രദ്ധിച്ച് ഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. വെച്ചാൽ ആ ഒരു സമരമൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഇമ്പാക്റ്റ്, ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ്. അതൊരു എന്താ പറയുക, വിഷ്വൽ ട്രീറ്റ് ആണ് ആ സമയത്തൊക്കെ നമുക്ക് ആ സിനിമ കാണുമ്പോൾ കിട്ടുന്നത്. അതാണ് ഈ സിനിമയുടെ കാതലായിട്ടുള്ള ഭാഗം. അത് അടിപൊളിയായിട്ട് സിനിമാറ്റോഗ്രാഫി എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ക്യാമറ, അതിൻ്റെ വർക്ക്, കാര്യങ്ങൾ, ആർട്ട് ഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഇതിൻ്റെ ഫൈനൽ വെഡിക്റ്റ് നോക്കുകയാണെങ്കിൽ എനിക്ക് സിനിമ വർക്കൗട്ട് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു വണ്ടറായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഈ സിനിമയിലാണ് ഞാൻ കാണുന്നത് എന്ന് പറയുന്ന പോലത്തെ എനിക്കൊരു ഫീല് കിട്ടിയില്ല. ഈവൻ ദോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു റിയൽ ഇൻസിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാവുന്ന ഒരു പരിധിയുണ്ട്. കാരണം ജയ് ഭീമൊക്കെ നോക്കുകയാണെങ്കിൽ അതൊരു കൊമേഴ്ഷ്യൽ പടമാണ്. അപ്പോൾ ആ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആ സിനിമയ്ക്ക് രസം കൂട്ടാൻ വേണ്ടി നമുക്ക് വേണ്ട രീതിയിലുള്ള സീനൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ചുകൂടി ആ ഒരു ഫിലിമിന് കുറച്ചുകൂടി മൂഡ് വരുത്താൻ പറ്റും. പക്ഷേ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ ഇൻസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം ഇത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല.
അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുമ്പോൾ എന്താ പറയുക, അതുപോലത്തെ ഒരു എക്സ്ട്രീം ഫീലൊന്നും എനിക്ക് കിട്ടിയില്ല. എന്നാൽ പോലും നല്ല സിനിമയാണ്, നന്നായി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇതുപോലത്തെ ഒരു പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി റെലവൻ്റ് ആയിട്ടുള്ള സിനിമ എടുക്കുമ്പോൾ ഇത്രയും ഭംഗിയായിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെയാണ്. ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അടിപൊളിയാണ് ഈ സിനിമ, ഒന്നും പറയാനില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള ഈ മൂവിനെ പറ്റി പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങൾ സിനിമ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്നത്തെയും പോലെ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള ഈ സിനിമയെ പറ്റിയിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. അതുവരെയും ദിസ് ഈസ് ഡേവിഡ് സൈനിങ് ഓഫ്. ബൈ.